ബോയിലേക്ക് സ്വാഗതം ഗൈസ്. നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത് ഐസ്ക്രീം ലെവൽ 1 ആണ്. ഇതേപോലത്തെ കുറെ ചാപ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും ഗൈസ്. നമ്മളെ വീഡിയോ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. എന്തായാലും വേഗം പോയി ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പൊ ഗൈസ് നമ്മളിതാ വീഡിയോയിലേക്ക് ഇനി നമുക്ക് നേരെ നമ്മുടെ ഐസ്ക്രീമിലേക്ക് നമ്മൾ വന്നിട്ടുണ്ട് ഗൈസ്. ഇങ്ങനെ ഒരു ഫേസിങ് കാണിക്കും. റിമൂവ് ആഡ്സ്, പ്ലേ, സെറ്റിംഗ്സ്, ഹിൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ നമുക്ക് ഇഷ്ടമുള്ള ക്ലിക്ക് ചെയ്യാം. ആദ്യം നമ്മളിത് സെറ്റിംഗ്സ് ഒന്ന് നോക്കുന്നുണ്ട്. മ്യൂസിക് ഒക്കെ വോളിയം ഒക്കെ കറക്റ്റ് ആണ്. നമുക്ക് എന്തായാലും ഇനി പ്ലേയും കാര്യങ്ങളൊക്കെ വെക്കാം. നമ്മള് ഗോസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് കളിക്കുന്നത്. ഗോസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് കളിക്കുമ്പോൾ നമ്മളെ ആരും പിടിക്കൊന്നുമില്ല. അപ്പൊ ഗൈസ് നമുക്ക് എന്തായാലും പ്ലേയും കാര്യങ്ങളൊക്കെ നിൽക്കാം. അപ്പൊ ഗൈസ് നമ്മളിതാ നമ്മുടെ ഐസ്ക്രീമിലേക്ക് നമ്മൾ ലോഡായിട്ടുണ്ട്. ഓക്കെ ഗൈസ്, നമ്മൾ ലോഡിങ് ആയോണ്ടിരിക്കാണ് ഗൈസ്. ഓക്കെ ഗൈസ്, എന്തായാലും നമുക്ക് ഓക്കെ നമ്മുടെയാണ് ഇയാളാണ് നമ്മളെ വിൻഡോ തുറക്കാനാണ് പറഞ്ഞത്. ഓ ഗൈസ്, നമ്മളെ റോഡും കാര്യങ്ങളൊക്കെ നമ്മുടെ ഒരു കൂട്ടുകാരനുണ്ട്. അവനിക്ക് ഐസ്ക്രീം കൊടുത്ത് മയപ്പിച്ചിട്ട് അതിന്റെ ഉള്ളിലിടും. അതാണ് ഗൈസ് ആ ചിത്രത്തിൽ കാണിക്കുന്നത്. അതല്ല നമ്മുടെ പിന്നെ ഇതാ തന്നെയാണ്. ഓക്കെ, ഒരു റോപ്പ് ഇട്ടിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഈ വിൻഡോന്റെ ആണിമല്ല് വെച്ചിട്ടുണ്ട് നമ്മുടെ സ്ക്രൂവില്. ഓക്കെ ഗൈസ്, നമുക്ക് എന്തായാലും താഴെ ഇറങ്ങണം. എന്നിട്ട് ഈ ഡോഗിന്റെ ഹോളില്ലേ ആ ഭാഗത്തോണ്ട് നോക്കാനാണ് പറഞ്ഞത്. ഓക്കെ, നമുക്ക് കുറച്ചേരം വെയിറ്റ് ചെയ്ത ഗൈസ്. നമ്മളിതാ റോഡും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. റോഡും കാര്യങ്ങളൊക്കെ നമ്മളെ ബാൻഡിന് പുറത്തിറങ്ങാണ്. ഓക്കെ ഗൈസ്, അവന്റെ റോഡിന്റെ ബാക്കിൽ തന്നെ പാന്റിന്റെ ഭാഗത്തുനിന്ന് എന്തൊരു മാപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ ഗൈസ്, അത് നിലത്ത് വീണിട്ടുണ്ട്. ഓക്കെ ഓക്കെ ഗൈസ്, ഓക്കെ ആ മാപ്പാണ് ഗൈസ് നമ്മൾ എടുക്കേണ്ടത്. ഗൈസ് എന്തായാലും നമുക്ക് പുറത്തോട്ട് ഇറങ്ങാം. ഓക്കെ ഗൈസ്, നമുക്ക് ഇനി എന്തായാലും നമ്മൾ ആ മാപ്പ് എടുത്തിട്ട് നേരെ വാൻ്റെ ഉള്ളിൽ കയറണം. നമ്മൾ ഐസ്ക്രീം മാനൊന്നും നോക്കൂല, ഒന്നും പേടിക്കൊന്നും വേണ്ട കേട്ടാ. ഓക്കെ ഗൈസ്, നിങ്ങള് പരമാവധി ആദ്യം ഒന്ന് ഗോസ്റ്റ് കളിച്ച് നോക്കിയിട്ട് വേണം നമ്മള് സ്വന്തം നോർമലിൽ പോകാനിട്ടാ. എന്തേ പിടിക്കുന്നില്ലേ? ഓ ഒറ്റ ഒന്ന് തല കൊടുത്താലോ, ഒന്ന് നേരത്തെ ഇപ്പൊ തലറിഞ്ഞുണ്ട്. അതാണ് ഗൈസ് നമ്മുടെ മൂഡ്. ഏത് മൂഡ്? അമ്പാനി മൂഡ്. അയ്യോ, ഇതോടെ തലകറങ്ങുന്നു. എന്നാൽ ഞാനിപ്പം പോയിട്ട് വരാം. അപ്പൊ ഗൈസ് ഇനി എന്തായാലും നമുക്ക് നേരെ വീഡിയോയിൽ ഇപ്പാണ് കിടക്കാൻ വന്നത്. നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ പോകുന്നത് നേരെ എവിടെ പോകും? പ്ലേ ഗ്രൗണ്ടിൽ തന്നെ പോവാം. കളിക്കുന്ന സ്ഥലത്ത് തന്നെ പോയാലാണ് കുറച്ച് കളിച്ചാൽ മാത്രമേ പഠിക്കാനൊക്കെ പറ്റൂ. ഓക്കെ ഗൈസ്, നമ്മളിതാ ഓക്കെ നമ്മൾ പ്ലേ ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഈ ക്രെയിനില്ലേ ആ ഭാഗത്ത് ക്രെയിന്, ആ ക്രെയിൻ കൊണ്ട് വേണം നമ്മൾ ആ താത്തി ഇറക്കാന്. എന്നിട്ട് വേണം പൊട്ടിക്കാൻ നശിപ്പിക്കണം. ഓക്കെ, റോഡ് ഞാൻ പോയിട്ട് നശിപ്പിച്ചിട്ട് വരാം. അപ്പത്തെ ഇനി ഇവിടെ വെയിറ്റ് ചെയ്ത് ഞാൻ ഇപ്പം വരാം. നമ്മള് അയ്യോ എന്താണോ അങ്ങനെയൊക്കെ ചെയ്യാൻ പാടില്ല. നമ്മൾ കഷ്ടപ്പെട്ട് ഇതെല്ലാം നമുക്ക് അതിലത്തെ ലിവറും കാര്യങ്ങളൊക്കെ തിരിക്കണം. എന്തായാലും നമുക്ക് തിരിച്ചു നോക്കാം. സ്റ്റാർട്ട് ബട്ടണ് നെഗിത്തോ ഇതും ബട്ടണ് നെഗി ഇങ്ങനെയാവും. ഗൈസ് നമ്മളിതാ ക്രെയിനും കൊണ്ട് അടിച്ചങ്ങോട്ടിച്ചിട്ട് അറ്റ വൈൻഡിൽ തന്നെ അടിച്ച് എന്തായാലും നമ്മളെ പുറത്തിറങ്ങിയിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ കയറണം. ഓക്കെ ഗൈസ്, നമ്മളെന്തായാലും അതിൻ്റെ ഉള്ളിൽ കൂടെ കയറാണ്. നമുക്കൊരു ജാക്കറ്റ് കണ്ടുപിടിക്കാനുണ്ടോ? ഓക്കെ, ഹിന്ദി പറയുന്നുണ്ട് ഒരു ജാക്കറ്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. എന്തായാലും നമുക്ക് എന്തായാലും ഒരു ജാക്കറ്റിന്റെ ഉള്ളിൽ കീ ഉണ്ടാവും. ആ കീ ആണ് ജാക്കറ്റ് വേണ്ടിയത്. ജാക്കറ്റ് ഇവിടെ ഒരു ജാക്കറ്റ് ഇല്ല. ഓക്കെ ഗൈസ്, എന്തായാലും നമുക്ക് മുകളിലോട്ടൊന്ന് കയറി നോക്കാം. ഓക്കെ ഓക്കെ ഗൈസ്, ഇതിന്റെ മുകളിൽ ഉണ്ടാവാൻ സാധ്യത കുറവാണ്. എന്തായാലും നമുക്ക് മുകളിലോട്ടേക്ക് കയറാം. ഓക്കെ, ഇവിടെ ഒന്നും കാണില്ലടാ. ഏതോ റീലാണല്ലേ നോക്കും. എന്തായാലും നമുക്ക് ഇവിടെ ഫുള്ളൊന്ന് തപ്പണം. നമ്മളിത് കേറിയില്ലേ? കേറിയതാണ്. എന്തായാലും നമുക്ക് ഇവിടെ ഫുള്ളൊന്ന് തപ്പാം. ഇവിടെ എവിടെയെങ്കിലും തന്നെ ഉണ്ടാവാണ്ടൊന്നുമില്ല. ഓക്കെ, ഇവിടുത്തെ ആദ്യം തുടങ്ങാം. ഇവിടെ എവിടെയും ഇല്ല, ഉറപ്പിച്ച്. പിന്നെ ഈ ഭാഗത്ത് ഈ കസേരന്റെ ഭാഗത്തും ഇല്ല. ഇതാ കഴിച്ച് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ജാക്കറ്റിന്റെ കീയും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഓഫീസ് കീ ആണ്. ഈ ഓഫീസ് കീ വെച്ചിട്ട് വേണം നമുക്ക് പരിപാടി റെഡിയാക്കാൻ.
എന്തായാലും നമ്മള് റോഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഞാനും വരട്ടെ. എന്റെ മുകളിൽ കൂടെ പോയി റോഡ്. റോഡ് സീലുണ്ട്. ഒറ്റ മൈൻഡാണ്. അപ്പൊ ഗൈസ് നമുക്ക് എന്തായാലും ഇങ്ങോട്ടേക്ക് പോവാം. നമ്മുടെ വാനിലേക്ക് നേരെ പോണം. ഓക്കെ ഗൈസ്, നമുക്ക് എന്തായാലും വാനിലേക്ക് നേരെ പോവാം. ഇവിടുന്ന് കിട്ടുന്ന ഓരോരോ സാധനമായിട്ടാണ് നമുക്ക് കിട്ടുക. എന്നാൽ മാത്രമേ ഇവിടുന്ന് നമ്മൾ പിന്നെയും വന്നുകൊണ്ടിരിക്കണം. എന്താ വെച്ചാൽ ഇവിടെ കുറെ സാധനങ്ങൾ ഇനിയും ഉണ്ടാകാനുണ്ട്. ഇനി അടുത്ത സാധനം എന്ന് വെച്ചാൽ ഏതാ, ഇവിടെ സ്ഥലത്ത് കഫേ തന്നെ പോവാം ഗൈസ്. കഫേയിലും കാര്യങ്ങളൊക്കെ നമ്മൾ പോകുന്നുണ്ട്. കഫേയിലുള്ളതെന്ന് വെച്ചാൽ ഇച്ചിരി വൈബാണ്. കഫാന്ന് വെച്ചാൽ ചായക്കടയല്ലേ, ചായക്കടയിൽ പോയിട്ട് 2 കുൽഫി ചായക്കടയിൽ പോയിട്ട് ഒരുത്തനിതാ കുൽഫി അടിച്ചു കൊടുത്തിരിക്കുന്നു എന്നിട്ടുള്ള ന്യൂസ് വരുന്നതായിരിക്കും. ഓക്കെ ഇതിന്റെ മുകളിൽ ഒരു നമ്പർ കണ്ടുപിടിക്കണം. ഈ ഏതെങ്കിലും വേസ്റ്റ് ബാസ്കറ്റിന്റെ ഉള്ളിലുണ്ടാവും. ആ കണ്ടുപിടിച്ചാൽ മാത്രമേ അതിന്റെ ഉള്ളിലത്തെ പൈസ എടുക്കാൻ പറ്റൂ. ആ പൈസ കൊണ്ട് വേണം നമുക്ക് പക്ഷെ ഇതൊക്കെ ആക്കാനൊന്നും ഈലില്ലാന്നാ തോന്നുന്നത്. ഓക്കെ ഗൈസ്, നമ്മൾ കാണാൻ വ്യക്തമല്ലേ? വ്യക്തമല്ലെങ്കിൽ എന്നോട് പറയുക. ഇതിന്റെ ഉള്ളിലോ നിലത്ത് കിടക്കുന്നുള്ളൂ. വേസ്റ്റ് ബാസ്കറ്റ് നിലത്ത് കിടക്കുന്നത്. ഈലും ഇല്ല. പിന്നെ ഈലുള്ള ഞാൻ എത്ര നേരം തപ്പുന്നു അറിയാം. വീല് കിട്ടണേ കിട്ട്. ഈലും ഇല്ല ഗൈസ്. ഈലും മതിയേനെ. ഇത് ലാസ്റ്റത്തെ ആണെന്നാ തോന്നേ. ഈലെന്തായാലും ചിലപ്പോ ഉണ്ടാവും. ഉറപ്പിച്ചോ, ഈലെന്തായാലും ഉണ്ടാവും. ഞാൻ പറയില്ലേ 4, 8, 5, 9. ഇതാണ് നമ്മളെ കോഡ് ഗൈസ്. നമ്മൾ അടിക്കൊന്നും വേണ്ട. ഈ പേപ്പറൊന്ന് കാണിച്ചു കൊടുത്താൽ അത്രേ ഉള്ളൂ. ഒറ്റ മൈൻഡാണ്. നമ്മളിതാ പേപ്പറും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട്. ഇതൊരു കോയിൻ ഇട്ടും. ഈ കോയിൻ വെച്ചിട്ടാണ് നമുക്ക് അടുത്ത പരിപാടിയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ. ഈ കോയിൻ നമുക്ക് എന്തെങ്കിലും ഇവിടെ അറിയാം. അവിടെ ആയിക്കോട്ടെ. കോയിൻ വേണ്ടി കിടക്കുന്നു നോക്കിയാൽ അവിടെ ആയിക്കോട്ടെ. ഇനി അടുത്ത് എന്തെങ്കിലും ഇവിടുന്ന് എടുക്കാനുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു സാധനം ഉണ്ട് ഗൈസ്. ഗ്രീസും കാര്യങ്ങളൊക്കെ ഇവിടുന്നുണ്ട്. ഇവിടുന്ന് ഗ്രീസ് ഓയിലും കാര്യങ്ങളൊക്കെ എടുത്ത്. പിന്നെ ഇവിടുന്ന് the next turn will be സോഫി എന്നിട്ടാണ് പേര്. സോഫി സോഫി ഓർത്ത് വെച്ചോ. സോഫി പീക്കൂന്ന് മറ്റേ നമുക്ക് എന്തായാലും അടുത്ത സ്ഥലത്തോടെ പോവാം. സോഫി അയ്യോ മോനെ സീറോടെ. നമുക്ക് നേരെ നമ്മളെ സ്റ്റിയറിങ് ഇറങ്ങാം കേട്ടോ. ഹായ് റോഡ്, അസ്സലാമലൈക്കും. ഈ ഓഫീസ് കീ എടുക്കാൻ പറഞ്ഞ എന്ന് ചെയ്യാൻ വരുന്നേ പൊട്ടനായിരുന്നു. എന്തായാലും നമുക്ക് ഓഫീസ് കീ കാര്യങ്ങളൊക്കെ എടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് എന്തായാലും രക്ഷയുള്ളൂ. ഓഫീസ് കീയും കാര്യങ്ങളൊക്കെ നമുക്ക് എടുക്കാം. ഓഫീസ് കീ ഇട്ടിട്ടുണ്ട്. ഓഫീസ് കീ വണ്ടി ഞാൻ എടുത്തിട്ട് അമ്പത്തി പിടിച്ച് പുറത്തോട്ട് ഇറങ്ങിയില്ല. പോലീസ് തന്നെ ക്ഷണിച്ച് ഊതണ്ണ പോലെ പറണ്ട് അടിച്ച് പിങ്കിനെണ്ണം പറഞ്ഞപ്പോ കുമ്മിനിട്ട് ഇടിച്ച് എന്റെ പൊന്നു സാറിന്റെ പെണ്ണെന്നെ ചതിച്ച് കർഷകാരൻ. സോഫി ഇതാണ് നമുക്ക്. ഇവളെയാണ് വേണ്ടേ. എന്തായാലും നമുക്ക് ഇവളെ പിന്നെ ID കാർഡും കാര്യങ്ങളൊക്കെ നമുക്ക് എന്തായാലും കൊണ്ടാവണം. ഇത് വണ്ടി കുഴപ്പമില്ലടേ. എന്തായാലും നമുക്ക് എന്തായാലും വണ്ടി കയറാം. എന്നിട്ട് നേരെ നമുക്ക് കഫേയിലേക്ക് വിടാം. കഫേയിൽ വിടറാ. എന്തായാലും കഴിച്ച് നമ്മളിത് നേരെ കഫേയിലേക്ക് പോവാണ്. നമ്മൾ കഫേ എത്തിയിട്ടുണ്ട്. ഇതെന്തായാലും തുറക്കും. സോഫി എന്തായാലും നമുക്ക് ഓപ്പൺ ആയിട്ടുണ്ട്. നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു താക്കോൽ കിട്ടും ഗൈസ്. എന്തായാലും നമുക്ക് ആ താക്കോൽ എടുക്കണം. എന്തായാലും ഗൈസ് നമുക്ക് എന്തായാലും താക്കോൽ എടുക്കാം. ഇവിടെ എവിടെയാണുള്ള കിട്ടിയിട്ടുണ്ട് ഗൈസ്. നമുക്ക് എന്തായാലും താക്കോൽ കിട്ടിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഈ താക്കോൽ എടുത്തു വേണം നമ്മുടെ മറ്റേ ആ ഭാഗത്തുള്ള റൂം തുറക്കാൻ വേണ്ടി. അപ്പോൾ ഗൈസ് നമുക്ക് എന്തായാലും അങ്ങോട്ടേക്ക് പോവാം ഇനി. ഗൈസ് അടുത്ത സ്ഥാനം വരുന്നത് നമ്മുടെ
അടുത്ത സാധനം വരുന്ന കോയിനിന്റെ പരിപാടിയായിരിക്കും. അതിൽ നമുക്ക് കോയിനും കൊണ്ട് പരിപാടിയിലേക്ക് പോവാം. ഇനി വരുന്ന നമ്മളെ പാർക്ക് കേട്ടോ. പാർക്ക് പോയിട്ട് നമ്മളെ ഗണ്ണും കാര്യങ്ങളൊക്കെ മേടിക്കണം. ഗണ്ണ് മേടിക്കാൻ ഈ പൈസ മേടിക്കാൻ കൊടുക്കണം. അതിനാണ് ഗൈസ് നമ്മളെ റോഡിന്റെ അടുത്ത് പോയി മോഷ്ടിച്ചു വന്ന് ഒറ്റ അതിൻ്റെ അത്രേ ഉള്ളൂ. ഓക്കെ, കോയിൻ ഇവിടെ ഇടാം. നമുക്ക് എന്തായാലും അമർത്താം. അപ്പൊ ഗൈസ് നമ്മളെ തോക്ക് വരൂ. തോക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അയ്യോ ഇവിടെ എടുക്കടാ, തോക്കെടുത്തിട്ട് 10 ഉണ്ട്. എന്തായാലും റോഡിന് തലക്കെറിയണേ. ഒരു സൗകര്യം കിട്ടുന്നില്ല. എന്തായാലും നമുക്ക് ഈ സാധനം എടുത്തിട്ട് ഉള്ളിലേക്ക് കയറ്റി വെക്കാം. എനിക്കിപ്പോഴോ ഒരു സ്ഥലത്തും കൂടി പോകാനുണ്ട്. നമ്മളെ സ്വന്തം ഇവിടെയാണ് സ്റ്റെല്ലിൽ പോയിട്ട് നമുക്ക് പെട്രോൾ ക്യാനും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ട്. ഗൈസ് എല്ലാരും ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പൊ ഗൈസ് നേരെ പോണം. റോഡെ എന്റെ തലയിലൊന്നും വെക്കാൻ ഞാൻ ഓങ്ങി വെച്ചിരിക്കുന്നു. കുഴപ്പമില്ല, പിന്നെ വെച്ചോളൂ. അവസരം കിട്ടട്ടെ. ഒരവസരമുണ്ടല്ലോ, ആ അവസരം ഞാൻ മുതലാക്കുന്നതായിരിക്കും. ബ്രോ പേടിക്കണ്ടാവും. ഓക്കെ ഗൈസ്, ഇവിടെ ഉണ്ട് നമ്മളെ ക്യാനും കാര്യങ്ങളൊക്കെ. അതിൽ നമ്മളെ ഈ ക്യാൻ എടുത്തിട്ട് നേരെ നമുക്ക് പാർക്കിംഗ് ഏരിയ പോവാം. ഇതും കൂടി ഏകദേശം കഴിയാനായി. എന്തായാലും അയ്യോ ഫസ്റ്റ് ഇതെല്ലാം എടുക്കണ്ടേ? അല്ല, അത് അടക്കട്ടെ. അടക്ക്. റോഡും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പിന്നെ റോഡ് നമ്മളെ പിടിക്കൂല. നമ്മളെ പേടിയാ റോഡിന്. കണ്ടില്ലേ? എന്താ റോഡെ പിടിക്കുന്നില്ലേ? റോഡിന് നമ്മളെ പേടി അറിയാലോ. നമ്മളിച്ചിരി വലിയ പ്രോ ആയോണ്ട് നമ്മളിച്ചിരി പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും ശരിയില്ല. ഒറ്റ മൈൻഡെന്നേ. എന്തായാലും കേസ് നമുക്ക് എന്തായാലും അയ്യോ ഇടോ ഞാനല്ലേ ഗ്രീസ് എടുത്തിട്ട് വന്നേ. ഗേറ്റ് നോക്കൂല. അടക്കട. ഞാൻ ഇപ്പം പോയിട്ട് ആ ഓയിൽ എടുത്തിട്ട് വരാം. രംഗണ്ണ, ഞാൻ വേഗം പോയി ഓയിൽ എടുത്തിട്ട് വരാം. രംഗണ്ണനെന്നാ കളിക്കുന്നേ? ഞാൻ കുടുങ്ങി. റോഡേ വാ. ഓന് വന്നിട്ട് വേണം. അവിടെ നല്ല മുത്തോ നമ്മളെ മുത്ത്. വാ. നശിപ്പിക്കരുത്. അങ്ങനെ വാ, നല്ല മോൻ. ഇനി ഞാൻ അങ്ങോട്ട് പോട്ടെ. അസ്സലാമലൈക്കും. നാളെ കാണാട്ടാ. നാളെ കാണാൻ ഇങ്ങോട്ട് വരും. നമുക്ക് സമയമില്ല. ഒന്ന് പോവാ. ഓന് മുഖം ഞാൻ കാണണടാ. ഓ ജസ്റ്റിസിനെ ഞാൻ കണ്ടില്ല. നോക്കട്ടെ, നമുക്ക് കാണണം. പക്ഷെ കാണൂല കേട്ടോ. എന്തായാലും നമുക്ക് മെല്ലെ ഇതിൽ കൂടെ എസ്കേപ്പ് ആയി പോവാം. അല്ലാണ്ട് നമുക്കൊന്നും സമയമില്ല ആ റോഡിലൂടെ കളിച്ചുത്തിരിക്കാൻ. എല്ലാം പിന്നെ നമ്മളിവിടെ കഷ്ടപ്പെട്ട് പണിയെടുക്കുമ്പോൾ ഇങ്ങനെ മറ്റു പാട്ടും പാടി ഒത്തിരിക്കുന്നല്ലേ. ഇതൊക്കെ ചെയ്യാൻ പാടുണ്ടോ? നമ്മളൊന്ന് ഹെൽപ്പ് ചെയ്യണ്ടല്ലേ? ഒന്നും ചെയ്യാത്ത മടിയൻ റോഡേ വരുന്നുണ്ടാ? വേഗം അന്നുകൂടി ഇഞ്ചെന്ന് കളിക്കുന്നേ. അടുത്ത് ഇങ്ങനെ കളിക്കുന്നേ. വേഗം പാടോ. അങ്കുള്ളിൽ കേറണ്ടാ എന്നാ കളിക്കുന്നേ. അങ്ങനെ പഠിക്കുവല്ലേ. അപ്പൊ ഗൈസ് നമുക്ക് എന്തായാലും നേരെ ഉള്ളിലോട്ട് പോവാം. ഇതെത്ര നേരെ എടുക്കും പടച്ചമ്പൂരാനെ. എന്തായാലും നമുക്ക് പടച്ചമ്പൂരാനെ വിളിച്ചിട്ട് നേരെ അങ്ങോട്ട് പോവാ. നമ്മളെ റോഡ് വന്നാൽ നന്നായിട്ട്. നമ്മളെ ഗേറ്റ് തുറന്നു നല്ല മോൻ. ഇങ്ങനെ വേണം റോഡും കാര്യങ്ങളൊക്കെ ആയാലും. ഓക്കെ, ഇനി എന്തായാലും നമുക്ക് കുറച്ചേരം വെയിറ്റ് ചെയ്യണം. 5 സെക്കൻഡ് മതിയായിരിക്കും. ഫുള്ളായിട്ടുണ്ട്. ഫില്ലെടുത്ത് പെട്രോൾ ക്യാനും കാര്യങ്ങളൊക്കെ ഫുള്ളായിട്ടുണ്ട്. എന്തായാലും നമ്മള് ക്യാനും കാര്യങ്ങളും എടുത്തിട്ട് നേരെ നമ്മള് പോകുന്നത് ഇനിയൊരു തീപ്പൊരിയാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. നിങ്ങളിപ്പോൾ ദൃശ്യങ്ങളിൽ ഇനി കാണാൻ പോകുന്നത് കാട്ടുമരത്തിലെ മലമുറിഞ്ഞേ, കാട്ടുഭൂതങ്ങൾ മലമുറിഞ്ഞേ, ഇന്ദ്രഗോപുകൾ അമ്മ വളവും അങ്ങനെ നമുക്ക് ആവശ്യമുള്ള എല്ലാ സാധനം കിട്ടിയിട്ടുണ്ട്. ഇനി എന്തായാലും നമുക്ക് നേരെ നമ്മുടെ സ്ഥലത്തോട്ട് പോവാം. അപ്പൊ ഗൈസ് വീഡിയോ നേരം ഒന്നും ലൈക്ക് ചെയ്യാം. ലൈക്ക് ഒന്നും വെക്കാനല്ലോ. എന്തായാലും വേഗം പോയി ലൈക്ക് ചെയ്യാം. എന്തായാലും നമുക്ക് എന്തായാലും ഇത് ചെയ്യാനുണ്ട്. ഈ ഗണ്ണും കൊണ്ട് പെട്ടെന്നായിട്ട് അടിക്കണം. ഓക്കെ, നമ്മളെ കറക്റ്റ് ഉന്നം വെച്ചിട്ട് വേണം അടിക്കാൻ. ഓക്കെ, കിട്ടി. യെസ്.
അത്രയുള്ള ഒറ്റ മൈൻഡ് ആക്കിയിട്ടുണ്ട്. ബാക്കി നമുക്ക് റോഡിന് വെടിച്ച് തീർക്കണം എല്ലാം കഴിഞ്ഞ് കുറെ നേരെ കളിക്കുന്നത്. ഇനി ഈ സാധനം കൂടി കിട്ടണം. അതാ വന്നിട്ടുണ്ട് നമ്മളെ റോഡും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഞാൻ കാത്തിക്കുന്നതാ അച്ചോട്ടടിക്കാൻ. ഇത് എല്ലാം ഇഞ്ഞ കൊറേ നേരെ ചോർന്ന് കീഴ് 235 അടിയായി. 234 ഇവിടെ 35 അവിടെ ഇവിടെ നമ്മളെ 235 ഇവിടെ ഉണ്ട്. അതിൽ നമ്മളെ സാധനം എടുത്ത് പോവാം. ഓക്കേ, അങ്ങനെ നമ്മളെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിയാനായിട്ടുണ്ട്. ഇതാടെ കിടക്കട്ടെ. എന്നീ മക്കളെ നിങ്ങൾ കാണാൻ പോകുന്നത് ഒരു തീ പൊരിയാണ് ഗൈസ്. തീ പൊടിച്ചുള്ള മണ്ണിനെ മാച്ച് നമുക്ക് ഫുള്ളാക്കാം. ഫ്യൂല് ഫുള്ളാക്കിയാലല്ലേ വണ്ടി ഓടും. പെട്രോള് വേണം, പെട്രോള്. അതാണ് ഒറ്റ മൈൻഡ്. എന്തായാലും നമുക്ക് വണ്ടിയിലുള്ളിലോട്ട് കയറാം. റിവേഴ്സ് എടുക്കൂ, സാധനം എടുക്കൂ. ഈ സാധനം എടുത്തിട്ട് ഒക്കെ കീഴൂ പോകൂ. ഒറ്റ മൈൻഡ് അത്രേ ഉള്ളൂ ഗൈസ്. നമ്മളിത് അങ്ങനെ ജയിക്കാനായിട്ട് പോവാണ്. ജസ്റ്റിസിന് ഇപ്പം ജയിക്കും. ഇതാ ഇതാ അങ്ങനെ 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 ഗൈസ് നമുക്ക് എന്തായാലും അങ്ങനെ മറ്റ് നമ്മളെന്തായാലും ഇതിന്റെ അടിയിൽ കൂടെ വേണം പോവാണ്. അപ്പൊ ഗൈസ് നമ്മളത് അവസാനം അതിന്റെ കീയും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. നമ്മളങ്ങനെ താഴോട്ട് വന്നിട്ടുണ്ട്. ഇതടക്കട്ടെ ലാഡർ അടന്നു. സാധനം എടുക്കട്ടെ. സാധനം ഈ ഡോറിലല്ല, ഈ ഡോറിലാണ്. ഓക്കേ, സാമ്യം അങ്ങനെ നമുക്ക് അവസാനം കീ കിട്ടിയിട്ടുണ്ട്. ഇവനെന്തിനാടി ഇവനൊക്കെ എങ്ങനെയാണ് ഇതിന്റെ ഉള്ളിൽ കയറ്റി വെച്ചത്? അതാണ് മനസ്സിലാകത്ത്. എന്തായാലും നമുക്ക് അയ്യോ ജസ്റ്റിസിന് ഈ ഏണിയൊക്കെ കയറാൻ എന്തൊരു പാടോടും. അവിടെ വരുവാ, നമുക്കിനെ കാണാൻ പൂതിയാണ്. പൂതിയായ പിന്നെ വരണ്ടേ. ഓക്കെ, എന്തായാലും നമുക്ക് വണ്ടിയും കാര്യങ്ങളൊക്കെ എടുത്ത് റിവേഴ്സ് ആയിട്ട് പോവാം. ഒറ്റ മൈൻഡ് റോഡേ വരുന്നുണ്ട്. വണ്ടി കറങ്ങിയിട്ടുണ്ട്. നമുക്ക് നേരെ നമ്മളെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനായിട്ടുണ്ട്. 20 മിനിറ്റിനുള്ളിൽ വീഡിയോ കത്തം ഹോഗയാക്കിയിട്ടുണ്ട്. എനി ഗൈസ് നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ സ്വന്തം വീട്ടിലേക്കാണ്. അപ്പൊ ഗൈസ് നമ്മളിതാ വീഡിയോ എൻഡ് ആവാനായിട്ടുണ്ട്. അപ്പൊ ഗൈസ് നമ്മളിതാ ഇറങ്ങാണ്. ഓക്കെ ഇനിങ്ങളെ കൊറേ നേരം ഉറങ്ങുന്നു. മതി ഇനിക്ക് ഗൈസ് നമ്മളെ ചെക്കൻ ഇനിയിച്ചിട്ടുണ്ട് ഗൈസ്. ഓക്കെ ചെക്കൻ ഇപ്പൊ ചാടും. ചെക്ക ചാട്. അപ്പൊ ഗൈസ് നമ്മളിതാ അങ്ങനെ രക്ഷപ്പെട്ടിരിക്കുന്നു നമ്മൾ ഐസ്ക്രീം വില്ലേജിൽ നിന്ന്. ഇത് ഫസ്റ്റ് ആണ്. ഇനി സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, സിക്സ്ത്, സെവൻത്ത്, 8th പേരുണ്ടാവും. ഗൈസ് ഓക്കെ, ഇവ നമുക്ക് ക്ലാപ്പ് അടിച്ചു തരുന്നുണ്ട്. ഗുഡ് ബോയ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഗൈസ് നമുക്കിതാ അങ്ങനെ ഒരു ജാറും കാര്യങ്ങളൊക്കെ നമ്മളെ അതിന്റെ ചെക്കൻ തന്നിട്ടുണ്ട് ഗൈസ്. ഓക്കെ, അത് നമ്മളെ വീട്ടിൽ വെച്ചിട്ട് നമ്മളെ സ്റ്റോറി ആയിരിക്കും. ഓക്കെ ഗൈസ്, അപ്പൊ ഗൈസ് നമ്മളിതാ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അടുത്തൊരു കിടക്കാഴ്ച വീഡിയോ കാണാം. ടാറ്റാ ബൈ, സീ യു.